കന്യാസ്ത്രീ പീഡനക്കേസിൽപ്പെട്ട ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ സമരത്തിനിറങ്ങി ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയ സിസ്റ്റർ അനുപമ സന്യാസ സമൂഹം വിട്ടു. കുറവിലങ്ങാട് മഠം കേന്ദ്രീകരിച്ചും പിന്നീട് കൊച്ചി നഗരത്തിലുമായി അനുപമയുടെ നേതൃത്വത്തിൽ കന്യാസ്ത്രീകൾ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത സമര പരമ്പരയാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന അതികായനെ നിയമത്തിനു മുൻപിൽ എത്തിച്ചത്. ജലന്ധർ രൂപത അധ്യക്ഷനായിരുന്ന ഫ്രാങ്കോയെ 2018 സെപ്റ്റംബർ 21 അവിടെ നിന്ന് വിളിച്ചുവരുത്തി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കുറവിലങ്ങാട് നാടുകുന്ന് സെന്റ് ഫ്രാൻസിസ് മിഷൻ ഹോം അന്തേവാസിയായിരുന്ന കന്യാസ്ത്രീ സഭയിലെ ഉന്നതരെ പലരെയും പീഡന വിവരം അറിയിച്ചിട്ടും കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകാതെ വന്നതോടെയാണ് പോലീസിനെ സമീപിച്ചത്. ഇതിനൊപ്പമാണ് കന്യാസ്ത്രീകൾ സമരമുഖത്തേക്കെത്തുന്ന അത്യപൂർവ കാഴ്ച കേരളം കണ്ടത്. ഇത് ബിഷപ്പിനും സഭയ്ക്കാകെയും ഉണ്ടാക്കിയ ക്ഷീണം തിരിച്ചറിഞ്ഞ വിശ്വാസികളിൽ ഒരുപക്ഷം അനുപമയെ ടാർഗറ്റ് ചെയ്തതോടെയാണ് സഭയ്ക്കുള്ളിലെ അവരുടെ നിലനിൽപ്പ് പ്രതിസന്ധിയിലായത്. സ്വാഭാവികമായും ഫ്രാങ്കോയ്ക്കെതിരെ നിലപാടെടുത്തവർ സഭയ്ക്കുള്ളിലും പുറത്തും ഇതോടെ കൂടുതൽ ഒറ്റപ്പെട്ടു. താൻ ഉൾപ്പെട്ട സന്യാസ സമൂഹത്തിന്റെ തലപ്പത്ത് മാറ്റമുണ്ടാകുമ്പോൾ കാര്യങ്ങൾ ഭേദമാകുമെന്ന് കരുതി അനുപമ കാത്തെങ്കിലും അതും ഉണ്ടാകുന്നില്ലെന്ന് വന്നതോടെയാണ് മഠം ഉപേക്ഷിച്ച് സ്വതന്ത്രയാകാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. കന്യാസ്ത്രീ സമരത്തെ ആരും ശരിയായി മനസ്സിലാക്കുന്നില്ലെന്ന് സിസ്റ്റർ അനുപമ അക്കാലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സമരം സഭയ്ക്കെതിരെയാണെന്ന് വ്യാഖ്യാനിക്കുന്നു. ഇത്തരം ആരോപണങ്ങളിൽ വിഷമമുണ്ട്. സമരം സഭയ്ക്കെതിരുമല്ല, ഒരു കന്യാസ്ത്രീക്ക് വേണ്ടിയുമല്ല, മറിച്ച് എല്ലാ തൊഴിൽ മേഖലയിലുമുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണെന്നും അവർ പറഞ്ഞിരുന്നു. തങ്ങൾ ഉന്നയിച്ച വിഷയത്തോട് സഭ ഇങ്ങനെയൊരു നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും അനുപമ വ്യക്തമാക്കിയിരുന്നു. ആലപ്പുഴ പള്ളിപ്പുറം സ്വദേശി അനുപമയ്ക്ക് പുറമെ കുറവിലങ്ങാട് കോൺവെന്റിലെ സിസ്റ്റർമാരായ ആൽഫി, നീന റോസ്, അൻസിറ്റ, ജോസഫൈൻ എന്നിവരാണ് 2018 സെപ്റ്റംബർ 8 മുതൽ കൊച്ചി നഗരത്തിൽ സമരമിരുന്നത്. ചരിത്രത്തിലാദ്യമായാണ് കത്തോലിക്ക സഭയുടെ നിലപാടിനെതിരെ ഒരു സംഘം കന്യാസ്ത്രീകൾ രംഗത്ത് ഇറങ്ങിയത്. കേസിൽ തോറ്റെങ്കിലും പുരുഷ കേന്ദ്രീകൃതമായ സഭാ സംവിധാനത്തിൽ നീതി തേടി സ്ത്രീകൾ നടത്തിയ ആദ്യ മുന്നേറ്റമെന്ന നിലയിൽ അത് ചരിത്രത്തിൽ ഇടം പിടിച്ചു. ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.